ഹായ് എല്ലാവർക്കും ഇതിൻ്റെ പുതിയൊരു കിഡിൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയിട്ട് വരാം. നേരെ ഇൻട്രോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഫോട്ടോ ഏതാണെന്ന് കണ്ടേ, ഫോട്ടോ ഇവിടെയെങ്കിലും ഒരിടത്ത് വരുന്നതായിരിക്കും. ആ ഫോട്ടോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ എങ്ങനെയാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ആ ഫോട്ടോ എങ്ങനെയാണ് എടുത്തത് എന്നതൊക്കെ ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു വീഡിയോ, ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഞാൻ ആ ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ, ആ ഫോട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മഞ്ഞിങ്ങനെ വീഴുന്നതായിട്ടാണ് ഞാൻ ആ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ കൊച്ച് മഞ്ഞ് പിടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. തറയിലൊക്കെ കുറേ മഞ്ചുകളൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇങ്ങനെ മഞ്ഞിങ്ങനെ വീഴുന്നതായിട്ടുണ്ട്. ആ മഞ്ചിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ച് 3 എണ്ണം നമ്മൾ നൂലിനകത്ത് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നതാണ്. ഓക്കെ, ബാക്കിയുള്ള മഞ്ചുകളും അതിൻ്റെ എഡിറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ കുറച്ച് വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ എടുത്തതിൻ്റെ ചെറിയൊരു ബിഹൈൻഡ് ദ സീൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കിത് നേരെ ഇനി എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകാം. ഓക്കെ, എഡിറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് റൂമിനകത്താണ്. ഓക്കെ, ലൈറ്റ് റൂമിനകത്ത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നേരെ നമ്മൾ ലൈറ്റ് റൂമിൽ നമ്മുടെ ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ വാല്യൂ ഒക്കെ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, നമ്മളപ്പം ആദ്യം തന്നെ എക്സ്പോഷർ കൂടുതൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം നല്ല അത്യാവശ്യം വെട്ടം ഉണ്ട്. അപ്പം അത് കുറച്ച് മതി. പിന്നെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് -19 ഹൈലൈറ്റ് എന്ന് പറയുന്നത് -60. ഷാഡോ കൊടുത്തിരിക്കുന്നത് 38, വൈറ്റ് കൊടുത്തിരിക്കുന്നത് 33, പിന്നെ ബ്ലാക്ക് കൊടുത്തിരുന്നത് -49. ഓക്കെ, ബാക്കി എഡിറ്റിംഗ് ഒന്നും ബാക്കി എന്ന് പറഞ്ഞത് നോക്കട്ടെ. റെഡിലെ സാച്ചുറേഷൻ കൊടുത്തിരിക്കുന്നത് 18. ഓക്കെ, ഹ്യൂ കൊടുത്തിരിക്കുന്നത് 4. ഓക്കെ, ലുമിനൻസ് 0. ഓക്കെ, അടുത്ത ഇപ്പുറത്തെ റെഡ് എന്ന് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. ആ വാല്യൂ ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹ്യൂ 21, സാച്ചുറേഷൻ -6, ലുമിനൻസ് 13. ഓക്കെ, യെല്ലോ വരുമ്പോഴത്തേന് 32, സാച്ചുറേഷൻ -33, ലുമിനൻസ് 20. ഓക്കെ, ഗ്രീൻ വരുമ്പോഴത്തേന് ഹ്യൂ 42, സാച്ചുറേഷൻ -27, ലുമിനൻസ് 12. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈറ്റ് റൂമിനകത്ത് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ 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 ഈ ഒരു ഫോട്ടോ ഇനി നേരെ നമ്മൾ ഷെയർ ചെയ്ത് ഇതിൻ്റെ നമുക്ക് ആ നൂല് കിടക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് മായ്ച്ച് കളയണം. ഓക്കെ, നമുക്ക് അതിനു വേണ്ടി നമ്മൾ നേരെ സ്നാപ്സീഡിലേക്ക് ഈ ഫോട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ടൂൾ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ഹീലിംഗ് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. നല്ല രീതിയിലൊന്ന് സൂം ചെയ്തതിന് ശേഷം ഈ നൂലുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അടിപൊളിയായിട്ട് തന്നെ അത് മാഞ്ഞു പോകുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് കണ്ടോ, ഈ ഭാഗമെല്ലാം ജസ്റ്റ് ഒന്ന് മായ്ച്ച് കളയുക. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത നൂലും നമുക്ക് അതേപോലെ ഒന്ന് മായ്ച്ച് കളയുക. ഓക്കെ, കണ്ടോ, ഈ സൈഡിലുണ്ട്. അപ്പം നമ്മൾ ഈ സൈഡിലത്തെയും ഇതെല്ലാം ഒന്ന് മായ്ച്ച് കളയുക. അപ്പം ഇത് ടൈം എടുത്ത് നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ മായ്ച്ച് കളയുന്നു അത്രത്തോളം അടിപൊളിയാവും. ഓക്കെ, എത്രത്തോളം ടൈം എടുക്കുന്നോ അത്രത്തോളം അടിപൊളിയായിരിക്കും. ഓക്കെ, കണ്ടോ. ഓക്കെ, എന്നിട്ട് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ തന്നെ അത് തിരിച്ച് എന്തെങ്കിലും തെറ്റിപ്പോവുകയാണെങ്കിൽ ഇതിനകത്ത് അൺഡു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കണ്ടോ, സൈഡിലത്തെ ഇതെല്ലാം നമ്മളൊന്ന് മായ്ച്ച് കളയുകയാണ്. ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡൺ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഇനിയും പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോ നേരെ നമ്മൾ
പിക്സാർട്ടിലോട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ബാക്കി എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്നത് പിക്സാർട്ടിലോട്ടാണ്. ഓക്കെ, അപ്പം പിക്സാർട്ടിൽ നിങ്ങൾക്ക് MB ഫുള്ളായിട്ട് കുറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക, സെറ്റിങ്സ്, അവിടെ ചെന്നിട്ട് മാക്സിമം മെഗാ പിക്സൽ 8 മെഗാ പിക്സലായി കൊടുക്കുക. എനിക്ക് തോന്നുന്നു അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്ലാരിറ്റി കുറയത്തില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫോട്ടോ ഇതിനകത്തോട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ഫോട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി മഞ്ച് 2-3 മഞ്ചും കൂടി, ഈ 3 മഞ്ച് മാത്രമാകുമ്പോൾ നമുക്കൊരു രസമില്ല. അപ്പം നമ്മൾ നേരെ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഞാൻ ഗൂഗിളിൽ ചെല്ലുകയാണ്. ഓക്കെ, വേഗമാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം മഞ്ച് MUNCH ഓക്കെ അല്ലേ? ഓക്കെ, മഞ്ച് PNG ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതേപോലുള്ള മഞ്ചുകളുടെ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ടത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയുണ്ട്. ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടോ നമ്മുടെ പിക്സാർട്ടിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ആഡ് ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. ആഡ് ഇമേജിൽ പോവുക. നമ്മുടെ മഞ്ച് ഇതിനകത്തോട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ മഞ്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടോ, ഓക്കെ, ഞാൻ ഇവിടെ നമുക്ക് എവിടെ വേണേലും ഈ ഒരു ഇത് വെക്കാം. കണ്ടോ, ഓക്കെ, ഞാൻ ഇവിടെ വെച്ചു. അതിനുശേഷം ജസ്റ്റ് എഫക്ട്സിലോട്ടൊന്ന് പോവുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്യുക. ഓക്കെ, ഏത് ബ്ലറാണ്? ഓക്കെ, റേഡിയൽ ബ്ലറർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടോ മേളിൽ ഉണ്ടോ, അപ്പോൾ അവിടെ ഒരു ബ്ലറിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഓക്കെ ഉണ്ടോ, അത് നിങ്ങൾക്ക് എവിടെ വേണേലും മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിത് ആദ്യത്തെ ഒരു മഞ്ചെന്ന് പറയുന്നത് കൊച്ചിൻ്റെ കൈയുടെ ഭാഗത്ത് ഒന്ന് വീഴുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ മഞ്ച് എടുക്കുകയാണ്. ഓക്കെ, വീണ്ടും ഒരു മഞ്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ മഞ്ച് ഞാൻ ഇച്ചിരി വലുതാക്കി. ഓക്കെ, ഇച്ചിരി ഞാൻ വലുതാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇച്ചിരി വലുതാക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എഫക്ട്സിൽ പോവുക. കണ്ടോ, ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമ്മൾ ബ്ലർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറയുടെ ഭാഗത്തോട്ട് വീഴുന്ന ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു ഇത് കൊടുത്തത്. ഓക്കെ, ഇച്ചിരി ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത മഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു മഞ്ച് മഴ തന്നെയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഒരു മഞ്ചും കൂടെ കൊടുക്കുകയാണ്. ഇവിടെ ഒരു മഞ്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും എഫക്ട്സിൽ പോവുക. അവിടെയും ഇതേപോലെ ഒരു കണ്ടോ, അത് നമ്മുടെ ക്യാമറയ്ക്കകത്ത് വരുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു മഞ്ചും നമ്മൾ കൊടുത്തേക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഓക്കെ. അതിനുശേഷം ഇവിടെ വീണ്ടും ഓക്കെ കൊടുക്കുക. അപ്പം നമ്മുടെ ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ
ഇതിലും അടിപൊളിയായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ടൈമൊക്കെ എടുത്ത് എവിടെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിച്ചതിന് ശേഷം കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഫോട്ടോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. എന്തെങ്കിലും നിങ്ങളുടെ ഫോട്ടോസോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.